അപ്പം എങ്ങനെയുണ്ട്? സൂപ്പറാ. പൊട്ടുകണം കഴിച്ചിട്ടോ? അതെ, രണ്ടെണ്ണം അവിടുന്ന്. അതെ. പുട്ടുപൊടിയും അരിപ്പൊടിയൊക്കെ ഏത് കമ്പനിയുടെയാ? മൃദുല. അത് ഒന്ന് അരി നന്നായിരിക്കണം. പിന്നെ പ്രോസസ്സിങ്, അതായത് ശരിയായ രീതിയിലുള്ള പ്രോസസ്സിങ് നടത്തിയിരിക്കണം. നമ്മൾ ചാത്രമല്ല പൊടിക്കുന്നത്, നമ്മൾ അരി നല്ല വൃത്തിയായിട്ട് പേറ്റി കഴുകി പൊടിച്ച് വറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, കോട്ടയം ജില്ലയിൽ മുത്തോലി പഞ്ചായത്തിലെ ഷൈബു തോമസ് എന്ന കർഷകന്റെ നെൽകൃഷിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഏകദേശം 16 ഇനത്തിലുള്ള വ്യത്യസ്തമായ നെല്ലുകളാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. ഷൈബു, കൊയ്ത്തൊക്കെ കഴിഞ്ഞോ? കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നെല്ല് കണ്ടത്തിൽ കിടക്കുക. നെല്ല് കയറ്റിയില്ല. അതെല്ലേ, ഉണങ്ങിക്കൊണ്ടിരിക്കുക. കപ്പ പറിച്ച് തുടങ്ങിയോ? കപ്പ കുറേശ്ശെ പറിക്കാൻ തുടങ്ങി ഇപ്പോഴേ. അതെ, നമ്മുടെ കപ്പത്തണ്ടൊക്കെ ഇപ്പോൾ ആവശ്യക്കാരുണ്ടോ? കപ്പത്തണ്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ ആൾ വരുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ വീട്ടിലില്ലെങ്കിലും പകല ആൾക്കാർ വന്നിട്ട് തൊഴിലുറപ്പൊന്നും പല സ്ഥലത്തുനിന്നും വന്നിട്ട് അവർ അവിടുന്ന് നമ്പർ മേടിച്ചിട്ട് വിളിച്ച് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നും എല്ലാം വന്നു. അത് ഒത്തിരി ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നു. ഇപ്പോഴും ആൾ വരുന്നുണ്ട്. അടുത്ത വർഷം കപ്പ കൂടുതൽ വ്യാപകമായിട്ട് ഇടുന്നുണ്ടോ? ഇനിയിപ്പോൾ മഴ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തണ്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മഴ വന്നു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ കപ്പയിട്ട് അങ്ങനെ ചെയ്യാൻ. പിന്നെ അതിനകത്ത് വെച്ചാൽ നമ്മൾ അഗ്രിമ വഴിയായിട്ട് ഇതിൻ്റെ ഒരു മിനി സെറ്റ് തയ്യാറാക്കാൻ പോകുക. അപ്പോൾ അതിപ്പോൾ ഉടനെ തന്നെ ചെയ്യാൻ പോവാം. മിനി സെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇതായിട്ട്, അതായത് വെറൈറ്റി കപ്പയുടെ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നുള്ളൂ. എന്നാലും നമുക്കത് ഈ ട്രേക്കകത്ത് ഈ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന പോലെ മേടിച്ച് കൊണ്ടുപോയി നമുക്ക് തടാൻ പറ്റും. കപ്പത്തണ്ട് ട്രേക്കകത്ത് നട്ടിട്ട് കിളിപ്പിച്ച് കൊടുക്കും. അതിനകത്ത് ഒരു 3 മാസം വരെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എടുത്ത് പറിച്ച് നട്ടാൽ മതി. അപ്പോൾ അത് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാനുള്ളത് പാലായിലൂടെ എല്ലാം ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ. ആദ്യം പാലായിലായിരിക്കും മിക്കവാറും. ഇവിടെ ഈ മുട്ടിക്കര എവിടെ നല്ല ഹോട്ടലുള്ളേ? ഒരു ചായ കുടിക്കാൻ പോരോ? നമുക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെൻട്രൽ ഹോട്ടൽ ഉണ്ടോ ഇവിടെ മുട്ടിക്കരയിൽ. അതെ, രണ്ടെണ്ണം അവിടുന്ന്. പുട്ടിന് ടേസ്റ്റ് ഉണ്ടല്ലേ? ഇവിടെ ഈ പുട്ടുപൊടിയും അരിപ്പൊടിയൊക്കെ ഏത് കമ്പനിയുടെയാ? മൃദുല. ഇത് എവിടെയുള്ള കമ്പനിയാ? മരങ്ങാട്ടുപള്ളി. എല്ലാ ദിവസവും ഇത് തന്നെയാണോ കൊടുക്കുന്നത്? എല്ലാ ദിവസവും. ആളുകൾ എന്നാ പറയുന്നു കഴിച്ചിട്ട്? നല്ല സൂപ്പറാണ് പുട്ടുപൊടി, എവിടെയാണ് മേടിക്കണം ചോദിക്കുന്നുണ്ട് അല്ലേ? പറയുന്നുണ്ട്. നിങ്ങൾ ഇത് തന്നെയാണോ കഴിക്കുന്നത്? നമ്മൾ ഇത് തന്നെ കഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? ഇഷ്ടപ്പെടാറുണ്ട്. പായുടെ വീട് എവിടെയാ? നേപ്പാൾ. പേരെങ്ങനെയാ? സന്തോഷ്. ബാബുചേട്ടൻ എത്ര വർഷമായി ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? അതെ അല്ലേ, സെൻട്രൽ ഹോട്ടൽ മുട്ടുചിറ അല്ലേ? ഇവിടെ ഈ അരിപ്പൊടിയും പൊട്ടുപൊടിയൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? പൊടി അല്ലേ? നല്ല അപ്പമാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിച്ചു. പിന്നെ പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര വർഷമായി അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയിട്ട്? മൃദുല ഫ്രൂട്ട്സിൻ്റെ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറായ ജോസേട്ടനെ കാണാം. നമുക്ക് ജോസേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ജോസേട്ടാ, കഴിഞ്ഞ ദിവസമേ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പം അവിടെ നല്ല അപ്പവും പുട്ടൊക്കെ കഴിക്കാൻ പറ്റി. അവിടുന്ന് ചോദിച്ചപ്പം ഇങ്ങനെ ജോസേട്ടൻ്റെ ഈ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി തരുന്നതാണ് എന്നാണ് പറഞ്ഞത്. നല്ല അരിയാണോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് കാരണമാണോ ഈ നന്നായിട്ട് ഈ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? അല്ല, അത് ഒന്ന് അരി നന്നായിരിക്കണം. പിന്നെ പ്രോസസ്സിങ്, അതായത് ശരിയായ രീതിയിലുള്ള പ്രോസസ്സിങ് നടത്തിയിരിക്കണം. നമ്മൾ ചാത്രമല്ല പൊടിക്കുന്നത്, നമ്മൾ അരി നല്ല വൃത്തിയായിട്ട് പേറ്റി കഴുകി പൊടിച്ച് വറുക്കുന്നു. അത് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെ ഈ ടാങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ ടാങ്കിൽ ഇട്ട് കൊടുക്കും. അതെ. അപ്പോൾ ഈ കാണുന്ന മെഷീനിൽ എന്താ ചെയ്യുന്നത്? അത് അരി പേറ്റി കാണാം. ഇതിനകത്ത് പേറ്റി കിട്ടും അല്ലേ? അതായത് ഈ പേറ്റ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള മറ്റേ പൊടി, മറ്റേ വേസ്റ്റുകൾ മുഴുവൻ പൊടി, മറ്റേ എന്തെല്ലാം മാലിന്യം ഉണ്ടാകും കംപ്ലീറ്റ് മാറും. നല്ല അരി മാത്രമായിട്ട് മാറും. ഇതിനകത്ത് കല്ല് തിരിക്കാൻ പറ്റുമോ? കല്ല് പിന്നെ ലോകത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കും. സാധാരണ അരി എത്ര തവണ കഴുകാറുണ്ട്? ഞങ്ങൾ 2-3 കഴുകും. അപ്പോൾ ഈ 3 കഴുകുമ്പോഴത്തേനും ഇതിനകത്ത് നഷ്ടം വരാറില്ലേ? സാധ്യത നഷ്ടമുണ്ട്, ഷോർട്ടേജ് കൂടുതലുണ്ടാവും ഈ കഴുകി പോകുമ്പോൾ അല്ലേ? കഴുകി പോകുമ്പോൾ ഷോർട്ടേജ് ഉണ്ടാവും. അന്നേരം നല്ല രുചി കിട്ടുന്നത്. അരിക്ക് പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഈ അരി കഴുകാതിരിക്കാമെങ്കിൽ നമുക്ക് ഷോർട്ടേജ് കുറഞ്ഞിരിക്കും. അരി കഴുകി നമുക്ക് ഷോർട്ടേജ് കൂടുതലാണ്. ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ തൂക്കത്തിൽ വ്യത്യാസം കുറവിലും. എത്ര കിലോ പാക്കറ്റുകളായിട്ടാണ് ഇത് വിതരണം ചെയ്യാൻ വെച്ചേക്കുന്നത്? 5 കിലോ, 1 കിലോ, 1/2 കിലോ, അങ്ങനെ 3 ടൈപ്പ് ഉണ്ടല്ലേ? അത് പുട്ടുപൊടിയും അരിപ്പൊടിയും ഉണ്ട്. അതെ. നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ അതെവിടെ കിട്ടും നമുക്ക്? റാന്നി ട്രേഡേഴ്സിൽ, പഴവങ്ങാടിയിലുള്ള റാന്നി ട്രേഡേഴ്സിലുള്ള റാന്നി ട്രേഡേഴ്സിൽ ഇത് ലഭിക്കും അല്ലേ? അല്ല, മറ്റുള്ള കടകളിൽ കിട്ടത്തില്ല? അല്ല, മറ്റുള്ള ചെറുകടകളുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യം നമുക്ക് സാധനം മേടിച്ചോണ്ട് എടുക്കാനുണ്ടാവും. അപ്പോൾ ഈ കടക്കാർക്ക് വേണമെങ്കിലും അവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും. ആർക്കും മേടിക്കാം, അതൊരു മൊത്ത കടയാണ്. അല്ലെങ്കിൽ മരങ്ങാട്ട് വിളിക്ക് വേണ്ട കാര്യമില്ല. ഇല്ല.
പൊടിയിട്ട് കഴിഞ്ഞു. അതല്ലേ അതായത് കഴിഞ്ഞു. പല കഴിഞ്ഞു. 120 ദിവസം അത് നേരം മാറുന്നല്ലേ. എല്ലാ ദിവസവും ഈ അപ്പപ്പൊടിയാണ് അവിടെ കൊടുക്കുന്നത്. ആ എല്ലാ ദിവസവും ഈ അപ്പം പൊടി തന്നെ നമ്മളാണ് ഉണ്ടാക്കുന്നത്. ആ അവിടെ തന്നെ ഉണ്ടാക്കണം. ആ യെസ്, ആളുകളൊക്കെ എന്നാ പറയുന്നു? നല്ല സൂപ്പറാണ് പുട്ടുപൊടി. ആ കഴിച്ച് തന്നെ ഒന്ന് കഴിക്കാനുള്ള ആളെ പിറ്റേ ദിവസം വന്നിട്ട് കഴിക്കുക. പുട്ടുപൊടി പുട്ട് എന്തി ആ പുട്ട് യെസ് ആ യെസ് അവിടെ വെച്ചതാ. ടേസ്റ്റ് നോക്കാം അല്ലേ? ഞാൻ നോക്കിക്കാം. സാധാരണ ഒരു അപ്പത്തിനേക്കാൾ അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അരിപ്പൊടിയുടെ നല്ല ഏരിയ നല്ല ക്വാളിറ്റി ഏരിയ ആണ്. അങ്ങനെ ഭയങ്കര അരിയുടെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മോശം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. രാസവസ്തുക്കൾ ചേർക്കാതെ സ്വന്തം പ്ലാന്റിൽ കഴുകിപ്പൊടിച്ച് വറുത്ത് തയ്യാർ ചെയ്ത ഗുണമേന്മയുള്ള അരിപ്പൊടി പുട്ടുപൊടി ഇവിടെ ലഭ്യമാണ്.